നമസ്കാരം. IFPHന്റെ 568ാമത് ദിന മലയാള വെബിനാർ ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് നമ്മോടൊപ്പം എത്തുന്നത് ഡോക്ടർ ശാന്ത ചന്ദ്രനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ ശാന്ത ചന്ദ്രനെ ഈ വേദിയിലേക്ക്. ഞാൻ കുറച്ച് കേസുകളാണ് പറയുന്നത് ഡോക്ടറെ. ഇന്ന് ഡെലിവറി ചെയ്ത ഒരു കേസ് തന്നെ ആദ്യം പറയട്ടെ. അവര് 6 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് എൻ്റെ അടുക്ക വന്ന ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള നമ്മളെ April 1st വീക്കിലായിരുന്നു ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത്. അപ്പോ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറവായതുകൊണ്ട് സിസ്റ്റേറിയൻ ഇന്ന് പോസ്റ്റ് ചെയ്തിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഐറിസ് വേർ ടിഞ്ചർ ഫ്രീക്വന്റ് ആയിട്ട് കഴിച്ചു. പൾസാറ്റിലെ CM ഇന്നൊരു ഡോസ് കഴിക്കാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷെ വെള്ളിയാഴ്ച, വെള്ളി, ശനി, ഞായർ ഐറിസ് വേർ കഴിച്ചു. ഇന്ന് രാവിലെ സുഖമായിട്ട് നോർമൽ ഡെലിവറി ആയി. അത് പറയാനായിരുന്നു. അപ്പൊ ഫ്ലൂയിഡ് കുറയുന്ന കേസുകൾക്ക് നമുക്ക് ഐറിസ് വേർ ടിഞ്ചർ വളരെ എഫക്റ്റീവ് ആണെന്ന് എനിക്കത് വളരെ എഫക്റ്റീവ് ആയിട്ടൊരു കേസ് കിട്ടി. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈ കേസ് ആണെങ്കിൽ ഈ കുട്ടിക്ക് AMH കൂടുതലായിരുന്നു, 8.95. ബാക്കി ടെസ്റ്റസ്ട്രോണും ഹൈ ആയിരുന്നു. ഇവർക്ക് കൊടുത്തിരുന്നത് ഞാൻ നാട്രമോർ വണ്ണമാണ്, നാട്രമോർ 10 4th ഡേ ഓഫ് മെൻസസ്. പിന്നെ എനിക്ക് എൻ്റെ ഒരു പർട്ടിക്കുലർ ഒരു പ്രിസ്ക്രിപ്ഷൻ 4ാമത്തെ ദിവസം നാട്രമോർ 1 കൊടുത്തിട്ട് 5ാം ദിവസം തുടങ്ങിയിട്ട് തൈറോയിഡിനം 3x ഫസ്റ്റ് ഡേ, തൈറോയിഡ് 30 സെക്കൻഡ് ഡേ 3 ഡോസ്, 200 തേർഡ് ഡേ 3 ഡോസ്, നെക്സ്റ്റ് ഡേ തൈറോയിഡിനം 10, അതിന്റെ നെക്സ്റ്റ് ഡേ പിറ്റ്യൂട്ടറി 10. ഇത് ഇത്രയും കൊടുക്കുന്നു. ടെസ്റ്റസ്ട്രോൺ കൂടുതലുള്ള കേസിൽ ടെസ്റ്റിസ് 3x കൂടെ കൊടുക്കും. പക്ഷെ എന്തായാലും ഒരു 3 മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഈ കുട്ടി കൺസീവ് ആയി. ഇപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ഒരു പ്രശ്നം വന്ന് നമുക്ക് ഐറിസ് വേർ കൊണ്ട് ധൈര്യമായിട്ട് കൊടുക്കാം. ഇന്ന് പൾസാറ്റിലെ CM കഴിക്കാൻ പറഞ്ഞത് കഴിക്കേണ്ടി വന്നില്ല. ഫ്ലൂയിഡ് കൂടിയപ്പോൾ അവര് സിസേറിയൻ നോർമലായിട്ട് എൻ്റെ അടുക്ക പറഞ്ഞ 5:30 പോയി 7:30 ആയപ്പോൾ ഡെലിവറി ചെയ്തു. സുഖപ്രസവം. ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് എൻ്റെ അടുക്ക ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് അല്ല വന്നത്, ഭയങ്കര തലവേദനയായിട്ടാണ് വന്നത്. സിറ്റ് ഓക്കെ ഡോക്ടറെ? ശബ്ദം ഓക്കെ ആണല്ലോ? നന്നായിട്ട് കേൾക്കാം, എല്ലാം വളരെ ഭംഗിയുണ്ട്. അത് ആദ്യത്തെ കേസ് ഞങ്ങള് അഭിനന്ദനങ്ങൾ പറയാനായിട്ട് വരാത്തത് ഡോക്ടർക്ക് ഡിസ്റ്റർബൻസ് വരേണ്ടെന്ന് കരുതിയാണ്. എല്ലാരും കേട്ട് സൈലന്റ് ആയിട്ട്. തലവേദനയായിട്ടാ ഡോക്ടറെ വന്നത്. തലവേദന, സിവിയർ ഹെഡേക്ക്. കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. എൻ്റെ ക്ലിനിക്കിന്റെ അടുത്ത് തന്നെ ഉള്ളൊരു കുട്ടിയായിരുന്നു. സിവിയർ ഡിസ്മെനോറിയ, സിവിയർ പീരീഡിന്റെ ടൈമിൽ സിവിയർ വെർട്ടിഗോ, നോസിയ, മാഡനിങ് ഹെഡേക്ക്. അതാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന സിംറ്റം. പിന്നെ സിവിയർ ലൂക്കോറിയ വിത്ത് സിവിയർ ഇച്ചിങ്. യൂഷ്വൽ മെഡിസിൻസ് നമുക്ക് അശോക, സെനീഷ്യോ, ടിഞ്ചേഴ്സ് ഇതെല്ലാം കൊടുത്തു. എനിക്ക് ആ കുട്ടിക്ക് ഇത് കിട്ടിയത് ഒരു പ്രാവശ്യം തലവേദന വന്നപ്പോ ഞാൻ പറഞ്ഞു, ആ ഡ്യൂറിങ് പെയിൻ കില്ലർ എടുക്കാതെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോ അവിടെ ഇരുന്നിട്ട് തലമുടി എല്ലാം കൂടെ ഇങ്ങനെ പിടിച്ച് വലിച്ച് ഒരു മാഡനിങ് ഹെഡേക്ക്. അപ്പൊ അത് ആ കുട്ടി പറയുന്ന, ഡോക്ടറെ എനിക്ക് കുട്ടി ഉണ്ടായില്ലെങ്കിൽ തിരക്കില്ല, എനിക്ക് എൻ്റെ തലവേദനയൊന്നും മാറ്റിത്ത. ഈ പീരീഡ് വരുന്ന കഴിയുമ്പോ ഇത്രയും സിവിയർ തലവേദന എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഭ്രാന്ത് പിടിക്കുന്ന പോലെയാണത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പോയിന്റിൽ ഇങ്ങനെ വെച്ചിട്ടാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ കാലി ബൈക്കാ കൊടുത്തേ ഫസ്റ്റ്. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു റിലീഫും കിട്ടിയില്ല കുട്ടിക്ക്. പിന്നെ പറഞ്ഞത് ഈ തലവേദന വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യമാണ്. അടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം അടുത്ത് തടി പൊട്ടിക്കും, തലമുടി പിടിച്ചങ്ങ് വലിച്ച് പറിക്കും. അപ്പൊ ഞാൻ കൊടുത്തത് വിറാട്രം ബൾബ് 1, അതൊരു 6 ഡോസ് കൊടുത്തു. പിന്നെ യൂഷ്വലായിട്ട് ഞാൻ എപ്പോഴും ഒരു 35 years
എബോ വരുന്ന എല്ലാ ഇൻഫെർട്ടിലിറ്റി കേസിലും ഫ്രാക്സിനസ് ടിഞ്ചർ, അമ്മി വിസ്നാഗ ടിഞ്ചർ അത് രണ്ടും കൊടുക്കും. പിന്നെ ഓവേറിയൻ ഇൻസഫിഷ്യൻസി ഉള്ള ആ ഒരു സിംറ്റത്തിന് വേണ്ടിയിട്ട് ലെസിത്തിൻ 3x കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓർഗൻ റെമഡി ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. എന്തായാലും ഈ വിറാട്രമാൽബ് 6 ഡോസ് കൊടുത്ത് അടുത്ത പീരീഡ്, അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയത്, ഡോക്ടർ എനിക്ക് തലവേദന ഇനി വരരുത്, എനിക്കത് ബെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു പീരീഡ് വന്നില്ലെങ്കിൽ തലവേദന ഇല്ലല്ലോ. എന്തായാലും നെക്സ്റ്റ് പീരീഡ് മിസ്സായി നല്ലൊരു ആൺകുട്ടി വിറാട്രമാൽബ്. ഇനി അടുത്തൊരു കേസ്, ഒരു നിറയെ അലോപ്പതി ഡോക്ടേഴ്സുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നൊരു മോനാണ്. അപ്പോ ഇയാൾക്കുള്ളത് ലിക്വിഫാക്ഷൻ ടൈം മോർ ദാൻ പ്രൊലോങ്ഡ്, പിന്നെ റിക്കറന്റ് മൗത്ത് അൾസേഴ്സ്, പിന്നെ കുറച്ച് പ്രിമച്യൂർ ഇജാക്കുലേഷൻ, അതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ടോർച്ച് ഒന്ന് ചെക്ക് ചെയ്ത്, ബീഫും നോൺ വെജും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. വീട്ടിലെ ഫുഡിനെക്കാളും കറങ്ങി നടക്കാനും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുമാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇത് സെമൻ ടെസ്റ്റ് ചെയ്തിട്ട് പ്രൊലോങ്ഡ് ലിക്വിഫാക്ഷൻ ടൈം, അഗ്ലൂട്ടിനേഷൻ 3+. ഇത് ടോർച്ച് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എല്ലാം പോസിറ്റീവ്. ടോർച്ച് എല്ലാം പോസിറ്റീവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റും. കൊടുത്തിട്ട് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കാർസിനോസിൻ 10 ഒരു ഡോസ് കൊടുത്ത് വിതിൻ 2 months അത് പിന്നെ ചെക്ക് ചെയ്തില്ല. കാർസിനോസിൻ 10 ആണ് കൊടുത്തത്. പിന്നെ ഈ ലിക്വിഫാക്ഷൻ ടൈം കുറയാനായിട്ട് ട്രിബുലസ് ടിഞ്ചർ, സരസപ്പാഡിലെ ടിഞ്ചർ, തയോസിഅമിന 3x 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കൺസീവ് ആയി. അപ്പോ എൻ്റെ ഒക്കെ പറയുന്നത് ഹോമിയോപ്പതിയിൽ ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ഉണ്ടെന്ന് അറിഞ്ഞില്ല. എനിക്ക് എൻ്റെ അടുക്ക വന്ന് പ്രഗ്നൻസി പോസിറ്റീവ് പറയുന്നതിന് മുമ്പ് തന്നെ ടെസ്റ്റ് ചെയ്ത് ലാബിൽ പോയി മിഠായി ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് അയാൾ വന്നത്. ഇനി അടുത്തൊരു കേസ് ഡോക്ടറെ, അതും ഞാൻ ഡോക്ടർക്ക് ധനേഷ് ഡോക്ടറിന്റെ ഫോണിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതൊരു PCOD PCOD കേസാണ്. എൻ്റെ അടുക്ക 2 വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ നല്ല വണ്ണമുള്ള കുട്ടിയാ, വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞ് AMH നല്ലപോലെ കുറവായിരുന്നു. അപ്പൊ AMH കുറയുമ്പോൾ ഞാൻ എപ്പോഴും ഈ മഞ്ഞള് ഇട്ട വെള്ളത്തിലോ പാലിലോ ചേർത്തിട്ട് കഴിക്കാൻ പറയും. പിന്നെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എന്താന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടുന്നത്. ഈ കുട്ടിക്ക് കൽക്കേരിയ കാർബാണ് വന്നത്. കൽക്കേരിയ കാർബ് 1 വീക്കിലി ഡോസ് കൊടുത്ത് യൂഷ്വലി. അപ്പോൾ ഞാൻ സാധാരണ AMH കുറവുള്ളവർക്ക് ലെസിത്തിൻ, ഒലിയം ജാക്ക് 3x കണ്ടിന്യൂസ് ആയിട്ട് ആസ് എ ഓർഗൻ റെമഡി കൊടുക്കാറുണ്ട്. ഇതിപ്പോ കൺസീവായി കൊറോണയൊക്കെ കോവിഡ് വന്നപ്പോഴത്തേക്ക് ഒരു 6 മാസം മെഡിസിൻ കറക്റ്റ് ആയിട്ട് വരാൻ പറ്റും. പക്ഷെ നല്ലപോലെ വെയിറ്റ് കുറച്ചാ കുട്ടി. അത് കഴിഞ്ഞ് കൺസീവ് ആയി കഴിഞ്ഞ് ബീറ്റ ECG ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞ് ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടതാ. ബീറ്റ ECG ചെക്ക് ചെയ്യാൻ പോയത് നേരെ ഒരു ഇൻഫെർട്ടിലിറ്റി സെന്ററിലാണ് പോയത്. ചെക്ക് ചെയ്ത് ഡയബറ്റിക്കും കൂടിയാണ് ആ കുട്ടി, PCODയുടെ ഭാഗമായിട്ടുള്ള ഡയബറ്റിക്. അപ്പോൾ ഹൈ BP, ഹൈ ഷുഗർ 9.3 ആയിരുന്നു HbA1c. അത് കഴിഞ്ഞപ്പോൾ നെഫ്രോളജിയിലേക്ക് അവര് ഡയറക്റ്റ് ചെയ്തു. യൂറിൻ പ്രോട്ടീനും യൂറിൻ ക്രിയാറ്റിനും യൂറിൻ ഇതെല്ലാം വെരി വെരി ഹൈ. അപ്പൊ ഒരു റെഫറൻസ് ലെറ്റർ കൊടുത്തിട്ട് ആ ക്ലിനിക്കിൽ നിന്ന് പറഞ്ഞയച്ച് ലിസിയിൽ പോയി അഡ്മിറ്റ് ആകൂ, നെഫ്രോളജിയിൽ പോയി അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അപ്പോഴതിന്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ഹോമിയോ മെഡിസിൻ എടുത്തിട്ടല്ലേ പ്രഗ്നൻസി, എന്തായാലും ഞാൻ ആ ഡോക്ടറൊക്കെ തന്നെ വരുവാന്ന് പറഞ്ഞ് എൻ്റെ അടുക്ക വന്നത്. അപ്പൊ ഈ കുട്ടിയുടെ അമ്മ വർക്ക് ചെയ്യുന്നത് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുക്കയാണ്. അപ്പൊ ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിൽ ആ ഡോക്ടർ ആണെങ്കിൽ എന്നെ വിളിച്ചിട്ട് പറയാ, ഡോക്ടറെ ഇതെങ്ങനെ ശരിയാകും,
ഇത് നെഫ്രോളജി തന്നെ കാണിക്കണ്ടേ, നെഫ്രോളജി തന്നെ കാണിക്കണ്ടേ, അല്ലാതെ എങ്ങനെ ശരിയാകും, നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഒരാഴ്ച സമയം താ. അങ്ങനെ പറഞ്ഞ് ഞാൻ നമ്മളെ കൊല്ലത്തുള്ള ഭാഗ്യലക്ഷ്മിയോട് ചോദിച്ചാൽ പറഞ്ഞു ടെർബിന്ത് 3x കൊടുക്കാൻ. എന്റെ കയ്യിൽ ടെർബിന്ത് ഉണ്ടായിരുന്നില്ല. 10-ാം തീയതിയാണ് എൻ്റെ അടുക്ക വന്നത്. ടിനോസ്ഫോറ ടിഞ്ചർ കൊടുത്തു. ടിനോസ്ഫോറ ടിഞ്ചർ TDS കഴിക്കാൻ പറഞ്ഞു. ഹെലോണിയസ് 3x 10 ദിവസം കൊടുത്ത് അത് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഞാൻ ഡോക്ടർക്ക് അയച്ച്. എവറിത്തിങ് നോർമൽ. അപ്പൊ ഗൈനക്കോളജിസ്റ്റിന് ഞാൻ പറഞ്ഞു മോനെ ഈ റിപ്പോർട്ട് എല്ലാം ആ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഡോക്ടർ ഭയങ്കര അതിശയമായിട്ട് പറഞ്ഞു ഇത്രയും നല്ല ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള മെഡിസിൻ, ഇത്രയും ആക്ഷൻ കിട്ടുന്ന മെഡിസിൻ ഉണ്ടെന്ന് അറിഞ്ഞില്ല ഡോക്ടറെ പറയായിരുന്നു എൻ്റെ അടുക്ക. അതൊരു അംഗീകാരം തന്നെ. ഞാൻ ഈ റിപ്പോർട്ടല്ല, ഞാനത് ഡോക്ടർ ധനേഷ് ഡോക്ടർക്ക് ഞാൻ അയച്ചു തന്നതാണ്. യൂറിൻ പ്രോട്ടീൻ 1980 ഉണ്ടായിരുന്നത് വിതിൻ 7 days it came to 198. ഇത് മാത്രമേ കൊടുത്തുള്ളൂ. ഹെലോണിയസ് 3x. അപ്പൊ എപ്പോഴും പ്രഗ്നൻസിയിൽ വരുന്ന യൂറോളജിക്കൽ കംപ്ലൈൻറ്റ്സിന് ഹെലോണിയസ് ഇസ് ബെസ്റ്റ് മെഡിസിൻ. അത് 3x വളരെ എഫക്റ്റീവ് ആണ്. പ്ലസ് ടിനോസ്ഫോറ ടിഞ്ചർ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ. വിത്ത് എവിഡൻസ് ഞാൻ അയച്ചിട്ടുണ്ട് ഡോക്ടർ. തീർച്ചയായും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനത് നമുക്ക് അതെ. അപ്പൊ പിന്നെ ഈ ഗൈനക്കോളജിസ്റ്റിന് തന്നെ ഫുൾ ആർട്ടിക്കേരി ആയിട്ട് എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഈ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞയച്ചു. കുറേ ആയുർവേദം കഴിച്ചു, അലോപ്പതി കഴിച്ചു, എനിക്കൊരു കുറവില്ല. അപ്പൊ ഈ മോളുടെ ബീനമ്മളുടെ അമ്മ പറഞ്ഞു ഞാൻ എൻ്റെ ഡോക്ടറുടെ ഒരു മരുന്ന് വാങ്ങിച്ചോണ്ട് തരട്ടെ, ഒന്ന് കഴിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ കൊടുത്തയച്ചത് അവര് വീഡിയോ കോൾ വന്നിട്ട് ഞാൻ കൊടുത്തയച്ച ബെലഡോണ ആയിരുന്നു. റെഡ് ഇറപ്ഷൻസ് ആയിരുന്നു ആർട്ടിക്കേരിയ വന്ന. ബെലഡോണ 200 ആർട്ടിക്ക യൂറിൻ സ്റ്റിഞ്ചറുണ്ട്. അവരുടെ ആ ഇച്ചിങ്ങും റെഡ്നെസ്സും എല്ലാം അവർക്ക് മാറി. അപ്പൊ അതുകൊണ്ടാണ് ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ സമ്മതിച്ചത്. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇതെല്ലാം നോർമലായി. ഇപ്പൊ ഹോമിയോ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് എവിടെയാ ഗൈനക്കിന്റെ അടുത്ത് പോയി കാണുന്നതെന്ന് വെച്ചാൽ കണ്ടോളാം പറഞ്ഞു. അപ്പൊ ആ കേസായി. ഇനി ഒരു കേസ്, ഒരു ദിവസം ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഇരിക്കുമ്പോ പുറത്തുനിന്ന് ഇങ്ങനെ ഒരാള് ഓടി വന്നിട്ട് എൻ്റെ അടുക്ക പറഞ്ഞു, ഭയങ്കര ദേഷ്യത്തിലാണ് വന്നത്, ഡോക്ടറെ എനിക്ക് എൻ്റെ നാക്കിലൊരു വാട്ടുണ്ട്, അതൊന്ന് മാറ്റി തരാമോ. ഞാനിങ്ങനെ ഹോമിയോ ഡോക്ടറെ അന്വേഷിച്ച് നടന്ന് നിങ്ങളുടെ ബോർഡ് കണ്ടുകൊണ്ട് കയറിയതാണ്. ഞാൻ പറഞ്ഞ ഇരിക്കൂ, അല്ലെ ഞാൻ ഇച്ചിരി ധൃതിയില്ല, ഡോക്ടറെ എൻ്റെ നാക്കൊന്ന് നോക്ക്, നാക്ക് കാണിച്ചു. അപ്പൊ വലിയൊരു പാർട്ട്. അപ്പൊ അത് സർജനെ കൊണ്ടേ കാണിച്ച് അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇനി കരിച്ചു കളയുമ്പം നാക്കിന് പോകുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നിട്ട് അങ്ങനെ പറഞ്ഞു. ഞാനപ്പോ ഈ നാക്കില് വാട്ട് വന്നിട്ട് ജയറാം ഡോക്ടറിന്റെ കൂടെ ഞാൻ 1 വർഷത്തോളം ഞാൻ പോയതാ, ജയറാം ഡോക്ടറിന്റെ ഫ്രീ ക്ലിനിക്കിൽ. അന്ന് ഞാൻ ഇതുപോലെ ഒരു വാർട്ട് കണ്ട് ഡോക്ടർ അത് ശാന്ത ചെയ്ത് നോക്കാൻ പറഞ്ഞ് അന്ന് ഡോക്ടർ ആസിഡ് നൈട്രിക്ക കൊടുത്തിട്ടാണ് അത് നെക്സ്റ്റ് ഞാൻ കണ്ടതാണ്. അത് കംപ്ലീറ്റ് അടന്നു പോയി. പിന്നെ ഞാൻ അത് തന്നെ വെച്ചിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇരിക്കി, ഞാൻ നോക്കട്ടെ, ഞാൻ മാറ്റി തരാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അയാളുടെ സ്വഭാവം പേടിച്ചിട്ടാണ് ഞാൻ ആസിഡ് നൈട്രിക്കൻ 10 തന്നെ കൊടുത്തിട്ട് പറഞ്ഞു, ഒരു മെഡിസിൻ അപ്ലൈ ചെയ്യാനുണ്ട്, ഒരു കാര്യം ചെയ്യേണ്ടതിൽ ഇപ്പൊ ഇല്ല, വൈഫിനെ പറഞ്ഞയക്കും എന്ന് പറഞ്ഞു. നാളെ വൈഫിനെ പറഞ്ഞയക്കാം. കാരണം ഞാനിവിടെ അടുത്തൊക്കെ തന്നെയാ താമസിക്കുന്നത്, ഞാൻ വൈഫിനെ പറഞ്ഞയക്കാം. അപ്പൊ വൈഫ് വന്നപ്പോ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചപ്പോ പറഞ്ഞു അവർക്ക് കുട്ടികളില്ല, 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, ഭയങ്കര ഫ്രസ്ട്രേറ്റഡാ, ഭയങ്കര ദേഷ്യമാണ്, ഒരു ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ ഡോക്ടറെ, ഞാനും അങ്ങ് മടുത്ത് ഈ മനുഷ്യന്റെ. അതിന്റെ ഇടയ്ക്ക് ഈ നാക്കില് ഈ വാർട്ട് വന്നത്, ആൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കുട്ടികളുണ്ടാകാത്ത എന്താ കാരണം, നിങ്ങളുടെ റിപ്പോർട്ടൊക്കെ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. റിപ്പോർട്ടൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞ്
അതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോ കൗണ്ട് നല്ല കുറവുണ്ട്, പിന്നെ പ്രിമേച്ചർ ഇജാക്കുലേഷൻ ഉണ്ട്. ഇപ്പൊ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്. നെക്സ്റ്റ് ഞാൻ ട്യൂക്കറിയം ടിഞ്ചറും തൂജ ടിഞ്ചറും കൂടെ കാക്ടക്സും കൂടെ മിക്സ് ചെയ്തു. എന്നെ ചീത്ത പറയരുത്, ഞാൻ ഈ ടിഞ്ചറെല്ലാം കൂടെ ഉപയോഗിക്കാത്തവര്. ഞാൻ എന്താണ് ചെയ്യുന്നത് അതാണ് ഞാൻ പറയുന്നത്. അല്ല, അതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മൾ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഹോമിയോപ്പതി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് അല്ലാതെ നമ്മൾ പുറത്തുനിന്നൊന്നും പറയുമല്ലോ. ഒരു കുഴപ്പമില്ല. ഈ ടിഞ്ചേഴ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു നാക്കിൽ നല്ലപോലെ അപ്ലൈ ചെയ്തോളാം. ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മുടെ ഹനുമാന്റെ കൃപ കൊണ്ട് അത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വാർട്ടങ്ങ് ഇളകിപ്പോയി. അത് അവിടെ ഒരു വ്രണം പോലെയായി. ഇത് തന്നെ അങ്ങ് പെരട്ടാൻ പറഞ്ഞു. അപ്പൊ വൈഫ് വന്നപ്പോ ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ഹോമിയോപ്പതി ചികിത്സയുണ്ട്. പിന്നെ അയാളുടെ സ്വഭാവം അങ്ങ് മൈൽഡായി. അയാളങ്ങ് വന്നു എൻ്റെ അടുക്ക, ഡോക്ടറെ എന്നാൽ 10 വർഷമായി എൻ്റെ വൈഫ് വന്ന് പറഞ്ഞു ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ആ ലേഡിക്ക് കൂടുതൽ കേസ് എടുക്കാനൊന്നും ഒരു മുഷ്കനെ പോലെ എനിക്ക് തോന്നി. അയാളൊരു ഒട്ടും കോഓപ്പറേറ്റീവ് അല്ലാത്തൊരു പേഷ്യന്റ് ആയിട്ട് തോന്നി. ഞാൻ അയാൾക്ക് സാധാരണ നമ്മൾ ആ കഴിഞ്ഞ ട്രീറ്റ്മെന്റ് എടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് അശ്വഗന്ധ, യൂഷ്വലി ഇങ്ങനെ കൗണ്ട് കുറവുള്ളവർക്ക് ഞാൻ കൊടുക്കുക രാവിലെ ആവീന സെറ്റൈവ ടിഞ്ചർ ഒരു 20 ഡ്രോപ്പ് ചൂടുവെള്ളത്തിൽ കഴിക്കാൻ പറയും. പിന്നെ അശ്വഗന്ധ ടിഞ്ചർ ഉച്ചയ്ക്ക്, ഡാമ്യാന ടിഞ്ചർ നൈറ്റിൽ കഴിക്കാൻ പറയും. പിന്നെ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള വേറെ ടാബ്ലറ്റ് അത്യാവശ്യം. ഇതൊരു സ്ഥിരം എൻ്റെ പിന്നെ നെഫർലൂട്ടി അങ്ങനെ ഒന്ന് മാറി ടിഞ്ചർ എന്തായാലും ഞാൻ ഒരു ടിഞ്ചറും ഒരു ഓർഗൻ റെമഡിയും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി, ഒരു മയസ്മാറ്റിക് റെമഡി, അതാണ് എൻ്റെ പ്രിസ്ക്രിപ്ഷൻ. എന്തായാലും പിന്നെ അയാൾ വന്നപ്പോൾ വളരെ മൈൽഡായിട്ടാണ് വന്നത്, വളരെ കോപ്പറേറ്റീവായിട്ട്. ആസിഡ് നൈട്രിക്ക നമ്മൾ പറയില്ല ഒരു ഒറ്റയാന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പക്ഷെ വളരെ അയാളുടെ സ്വഭാവം തന്നെ മാറി. ആ സ്ത്രീക്കൊരു ഓറമെറ്റാണ് ഞാൻ ആ ലേഡിക്ക് കൊടുത്തത്. പിന്നെ അവരുടെ ലൂക്കോറിയ കംപ്ലൈന്റ് അങ്ങനെ നോക്കിയിട്ട് കുറച്ച് മെഡിസിൻ കൊടുത്ത് അത് കൺസീവ് ആയി, കുട്ടികളായി. ഒത്തിരി പേഷ്യൻസിന് അയാൾ എനിക്ക് കൊണ്ടുവന്നു. അയാളുടെ ബിഹേവിയർ തന്നെ മാറി എന്നാണ് അയാളുടെ വൈഫ് പറഞ്ഞത്. അതൊരു കേസ്. ഇതൊരു കേസ്, ഒരു കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. AMH 14.20 ആണ്. ഒരു 5 IUI കഴിഞ്ഞു. ഇറഗുലർ പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തുടങ്ങി എന്നെ ഇറഗുലർ പീരീഡാണ്. അപ്പൊ ഇറഗുലർ പീരീഡ് ഫ്രം ദ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ കൾക്കേരിയ ഫോസ കൊടുക്കാം 10 എന്റെ ഫസ്റ്റ്. അപ്പൊ ഈ കുട്ടിക്ക് നമ്മൾ കേസ് എടുത്തപ്പോഴത്തേക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമായി. അതെന്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പൊ ആ മോൾക്ക് ഞാൻ കൊടുത്തിരുന്ന ചോക്ലേറ്റ് 30, പിന്നെ ഫൈറ്റലൊക്കെ ബെറി ടിഞ്ചർ, സിസീജിയൻ ടിഞ്ചർ ആണ് ഞാൻ ഈ കുട്ടിക്ക് കൊടുത്തത്. അത് കഴിഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് കേസ് എടുത്ത് ഹസ്ബൻഡിന്റെ റിപ്പോർട്ടുമായിട്ട് വരാൻ പറഞ്ഞപ്പോ ഹസ്ബൻഡ് പറഞ്ഞ് എന്റെ ഡോക്ടറെ എങ്ങനെ പ്രഗ്നൻസി ട്രൈ ചെയ്യാനായിട്ടാണ്, ഇവളെ സ്മെല്ല് കൊണ്ട് ഇവളുടെ ഒഫൻസീവ് ഓർഡറാണ് ഇവളുടെ വേർപ്പിന്. എനിക്ക് ആ മുറിയിലോട്ട് കയറാൻ തോന്നത്തില്ല. എനിക്ക് വെറുപ്പാണ്. പിന്നെ ആണെങ്കിൽ ബോഡി മൊത്തം കറുത്ത സ്പോട്സ് ഉണ്ട്. ഫേസിലും ഈ കാണുന്ന സ്ഥലത്ത് ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ നമ്മള് ചുരിദാറൊക്കെ ഇട്ടിട്ട് വരുമ്പോ കൈ ഇവിടം വരെ ഇട്ടിട്ടല്ലേ വരണേ. അപ്പൊ നമ്മളത് കാണുന്നില്ല. ആ പെൺകുട്ടിയാണെങ്കിൽ ഇതൊട്ട് എൻ്റെ അടുത്തോട്ട് പറഞ്ഞില്ല ഇങ്ങനത്തെ കേസ്, ഇത് എനിക്കിങ്ങനെ ഇറപ്ഷൻസ് ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ ഈ ഹസ്ബൻഡ് വന്നിട്ടാ ഇതെല്ലാം പറഞ്ഞത്. ഞാൻ ആ കുട്ടിക്ക് കൊടുത്ത പൈറോജൻ 30, നാട്രമൂർ 30. ആകെ എൻ്റെ അടുക്ക ആ മോള് വന്ന് പറഞ്ഞത് ഡോക്ടറെ എൻ്റെ ഇവിടുന്നെല്ലാം ഇങ്ങനെ തലമുടി അങ്ങ് പോകുന്നു, എൻ്റെ ഹസ്ബൻഡിന് എന്നെ ഇഷ്ടമല്ല, എനിക്ക് അതുകൊണ്ട് ഒരു ജോലിക്ക് പോകണം, എനിക്ക് എല്ലായിടത്തും എനിക്ക് പോകണം, എനിക്കിത് ഈ റിലേഷൻ തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടമില്ല എന്നൊക്കെയാണ് ആ കുട്ടി പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരട്ടെ, നമുക്ക് നോക്കാം.
എന്ന് പറഞ്ഞ് സോറിനും 10 50 CM 1 വീക്ക് ഒരാഴ്ച ഗ്യാപ്പിൽ അങ്ങ് കൊടുത്തു. എന്നിട്ട് പൈറോജൻ 30 നാട്രമൂർ 30 കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും. രാവിലെ വൈകിട്ടുമായിട്ട് പൈറോജൻ 30 നാട്രമൂർ 30. പിന്നെ ടീഞ്ചേഴ്സ് കൊടുത്തത് സർസപാരല ടീഞ്ചറും ബെർബറി സക്യുഫോളിയം ഇച്ചിനേഷ്യ ടീഞ്ചർ. അത്ഭുതം പോലെ പറയട്ടെ, വെറും 3 മാസം കൊണ്ട് ഈ AMH ഇത്രയും കൂടുതലുള്ളത് കൊണ്ട് ഇത് ഓവലേഷൻ വരുമോ ഇല്ലേന്നൊക്കെ ഒരു ഡൗട്ടായിരുന്നു. പക്ഷെ സോർണമായിരിക്കും അവിടെ, സോർണം നാട്രമൂറും ആയിരിക്കണം ആക്ട് ചെയ്തത്. ആ കുട്ടി പോലും അറിഞ്ഞില്ല അത് കൺസീവ് ചെയ്തത്. പീരീഡ് ഇറഗുലർ ആണല്ലോ. അപ്പൊ പിന്നെ ഇത് 2-3 മാസം പീരീഡ് വരാതിരുന്ന് പോയി. നോക്കിയപ്പോഴാണ് അത് പ്രഗ്നൻസി പോസിറ്റീവ്. അങ്ങനെ ഒരു സന്തോഷം. ഞാൻ അടുത്ത കേസ് പറയട്ടെ. ഇതിപ്പോ റീസെന്റ് ആയിട്ട് വന്ന 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ആ കുട്ടികളുടെ ലവ് മാരേജ് ആണ്. അവരിപ്പോ ഇവിടെ അല്ല, അവര് ദുബായിലാണ്. ഇതും ഓൺലി ഡോട്ടർ ആണ്. അച്ഛൻ മരിച്ചു, ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് 1 year ആയിട്ട് കുട്ടികൾ ആവാണ്ടായപ്പോ തന്നെ ഇവർക്ക് എപ്പോഴും അച്ഛന്റെ അമ്മയുടെയും ഇഷ്ടമില്ലാതെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ കുട്ടികളാവാത്ത എന്നുള്ള കുറ്റപ്പെടുത്തലുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പൊ അവര് ഓരോ പ്രാവശ്യം വെക്കേഷന് വരുമ്പോഴും ഓരോ IVF ചെയ്യും. അത് വീട്ടുകാരറിയാതെ വന്ന് IVF ചെയ്യുക, പോവുക, പിന്നെയും വരിക, IVF ചെയ്യുക, പോവുക. അങ്ങനെ അത് ഇതായപ്പോ അവരുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ ഈ മോന്റെ ചെക്ക് ചെയ്തപ്പോ വെരിക്കോസില് 4 ലെഫ്റ്റ് സൈഡ്, 2 ഇതേ റൈറ്റ് സൈഡിൽ. ഈ IVF ചെയ്ത റിപ്പോർട്ട് എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അതിൽ ഓൺലി നോർമൽ ഫോംസ് ഓൺലി 2%. പിന്നെ അയാളുടെ ഡീറ്റെയിലൊക്കെ കേസ് എടുത്തപ്പോ നാക്ക് നോക്കിയപ്പോ അവരുടെ ഫാമിലിയിൽ തന്നെ ഉള്ളതാ. നാക്ക് അങ്ങ് ഫറോഡ് ടങ്, നമുക്ക് കാണുമ്പോ തന്നെ അങ്ങ് ഒരു വെൽവെറ്റി ടങ് വിത്ത് നല്ല ഫറോസ് ആയിട്ടുള്ള നാക്ക്. അപ്പൊ പറഞ്ഞത് എരിവൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അത് രാത്രിയില് 2 പെഗ് കഴിച്ചിട്ട് അതൊന്ന് നമ്പാക്കിയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അതായിരുന്നു പറഞ്ഞ. അപ്പൊ ഈ നോർമൽ ഫോംസ് 2% അല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കും നോർമലി കൺസീവ് ആയില്ല. IVF 4 IVF ചെയ്തിട്ടും കൺസീവ് ആയില്ല. ഞാൻ പറഞ്ഞു മക്കളെ ഞാൻ തരാന്ന് പറഞ്ഞ് അവർക്ക് 1 വർഷത്തേക്കുള്ള മെഡിസിൻ ഞാൻ ദുബായിലേക്ക് കൊടുത്തു വിട്ടത്. ഇപ്പൊ ചിലപ്പോ ആ കുട്ടികളും ഇതിൽ കയറിയിട്ടുണ്ടാവും AFPHന്റെ ഇതില്. ഞാൻ അവർക്കും ലിങ്ക് അയച്ചു കൊടുത്തായിരുന്നു. ആ കുട്ടിക്കും കൊടുത്തത് ഞാൻ ഫസ്റ്റ് ഒരു ഡോസ് സിഫില്ലാം അവർക്കങ്ങ് കൊടുത്തു വിടുക ചെയ്തത്. 1 വർഷത്തേക്കുള്ള മരുന്ന് സിഫില്ലാം 10 4 ഡോസ്, പിന്നെ ആസിഡ് നൈട്രിക്കം 10 2 ഡോസ്, DNA 200, റസ്റ്റോക്സ് 200, ഹൈഡ്രാസ്റ്റിസ് ടിഞ്ചർ, കോൺട്രാഗോ ടിഞ്ചർ. അതാണ് അയാൾക്ക് കൊടുത്തു വിട്ടത്. അപ്പൊ ഈ DNA കാര്യം പറഞ്ഞപ്പോ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോ എൻ്റെ അടുത്ത് ഒരു ഡോക്ടർ വിളിച്ച് ചോദിച്ചായിരുന്നു, ഈ DNA എന്തിനാ കൊടുക്കുന്നത്? അബ്നോർമൽ സ്പേംസ്, നെക്രോസ്പേമിയ, അബ്നോർമൽ സ്പേംസും നെക്രോസ്പേമിയയ്ക്കുമാണ് DNA 200 കൊടുക്കുന്നത്. പിന്നെ ഈ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ കാരണമാണ് ആ പെൺകുട്ടി ഗൾഫിൽ പോയത് തന്നെ, ദുബായി പോയത് തന്നെ. കാരണം വീട്ടുകാർ ഇവിടെ നാട്ടിൽ നിന്നാല് ശരിയാവില്ല, മനസമാധാനം ഇല്ലെന്ന് പറഞ്ഞിട്ട് തന്നെ ആ കുട്ടി പോയത്. അപ്പൊ ആ കുട്ടിക്ക് കൊടുത്തത് നാട്രമൂറാണ് കൊടുത്തത്. നാട്രമൂറ് കൊടുത്ത് ഇപ്പൊ കൺസീവ് ആയി. ഇപ്പൊ 5 മാസമായി. പ്രഗ്നൻസി പോസിറ്റീവ് 5 months. അവരിതില് പിന്നെ പ്രോബബിൾ മെഡിസിൻ എന്ന് പറഞ്ഞ് ഞാൻ കുറെ കൊടുത്തു വിട്ടിരുന്നു. പക്ഷെ അതൊന്നും കഴിച്ചില്ല. അവര് സിഫിലിനം, ആസിഡ് നൈട്രേറ്റ്, DNA, റസ്റ്റോക്സ് കൊടുക്കാൻ കാര്യം നാക്കിന്റെ അറ്റത്തായിരുന്നു കൂടുതൽ റെഡ്നെസ്സും അൾസറേഷനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റസ്റ്റോക്സ് കൊടുത്തത്.
പിന്നെ നൈട്രിക് ആസിഡ്, ഹൈഡ്രാസ്റ്റിസ് ടിഞ്ചർ, കോൺട്രാഗോ ടിഞ്ചർ, അത് ദിവസം ഗാർഗിൾ ചെയ്ത് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നാക്കിന്റെ പ്രോബ്ലംസിനും കുറവുണ്ട്. കൺസീവ് ആയി ഇപ്പൊ 5 മാസമായി. ഇനി ഞാന് ഒരു 2000-ലൊക്കെ 2000-നൊക്കെ മുമ്പേ ഉള്ള കേസ് ഷീറ്റ് ആയിട്ട് ഞാൻ എന്റെ ക്ലിനിക്ക് ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴേ വലിയ ലോക്ക്ഡൌൺ വന്നപ്പോ ക്ലിനിക്ക് അടച്ചു. പിന്നെ ക്ലിനിക്കിലേക്ക് പോയിട്ടില്ല. ഇപ്പൊ വീട്ടിൽ തന്നെ ഇരുന്നിട്ടാ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ക്ലിനിക്കിലുള്ള കേസ് ഷീറ്റ് എല്ലാം ഇപ്പൊ എടുത്തോണ്ട് വന്നു. അത് ഒരു കുറെ വർഷം ഇതിപ്പോ ഒരു 2000-ലുള്ളൊരു കേസാണ്, 2000-ന് മുമ്പുള്ളൊരു കേസാണ് ഇത്. എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരാളായിരുന്നു, മൈക്കാട് പണിക്കൊക്കെ പോകുന്ന ഒരാൾ. അപ്പൊ ഈ ടെസ്റ്റിംഗ് ഒന്നും നടക്കത്തില്ല. അപ്പൊ അതിന്റെ ഹസ്ബൻഡും വൈഫും കൂടെ പറഞ്ഞ് വന്ന കുട്ടികളായില്ല, കല്യാണം കഴിച്ചു. അപ്പൊ അതിന്റെ ഭാര്യ പറഞ്ഞെന്താന്ന് വെച്ചാൽ, എന്റെ ഡോക്ടറെ, എന്റെ അപ്പച്ചനെ എന്നെ ചതിച്ചതാണ്. ഈ മണങ്ങുണാച്ചനെ എന്നെ കല്യാണം കഴിപ്പിച്ചിട്ട് എന്നെ ചതിച്ചതാ. ഞാൻ പെൺപിള്ളേരാന്ന് പറഞ്ഞ അപ്പച്ചൻ എന്നെ ഞാൻ പറഞ്ഞ എന്താ കാര്യം? ഒരു ഗുണമില്ലെന്ന് അയാളെ കൊണ്ട്. എനിക്ക് വയ്യ. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞോട് തന്നെ വരാൻ പറഞ്ഞു. വിവരമൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഡോക്ടറെ ഒരു ഗുണമില്ല ഇല്ലാന്ന് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനോ സെമൻ ടെസ്റ്റ് ചെയ്യാനോ ഉള്ള സംവിധാനം ആ സമയത്ത് അവരോട് പറഞ്ഞാലും അതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അയാൾക്ക് കൊടുത്തത് ഗ്രാഫൈറ്റിസ് ആണ് കൊടുത്തത്. ഗ്രാഫൈറ്റിസ് 200 ഞാൻ വീക്കിലി 1 ഡോസ് കൊടുത്തിട്ട് ആഗ്നസ് കാസ്റ്റസ് ടിഞ്ചറും ഡാമിയാന ടിഞ്ചറും ന്യൂഫർലൂട്ടിയൻ ടിഞ്ചറും കൂടെ കൊടുത്തു. ബറൈറ്റ കാർബ് 13 കൂടെ ഞാൻ അയാൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ ഒരു ഗുണമുള്ളത്, കൃത്യമായിട്ട് മെഡിസിൻ മേടിക്കാൻ വരും. ഈ മൈക്കാട് ജോലിക്കൊക്കെ പോകുന്ന ഒരാളാണ് ജോസഫെ. ആ ഒരു ദിവസത്തേക്ക് മരുന്നുള്ളപ്പോഴത്തേക്ക് ഇയാള് വരും. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരുന്നത്. ഇടയ്ക്ക് മെഡോറിനം 1 ഒരു വീക്കിലി വൺസ് അതുകൂടെ കൊടുക്കുമായിരുന്നു. അയാളുടെ വൈഫിന് കൊടുത്തത് സെപ്പിയ 200 ഡെയിലി ഡോസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ 1/2 ounce പിൽസിൽ ഒരു 4-5 ഡ്രോപ്പ് ഇട്ടിട്ട് അതിങ്ങനെ സബ്കഷൻ ചെയ്തിട്ട് അതിനോട് കഴിക്കാൻ പറയും. അപ്പൊ എൽസിയുടെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചപ്പോ ഭയങ്കര ലൂക്കോറി ഉണ്ട്, ഇച്ചിങ് ഉണ്ടെന്ന്. ഇച്ചിങ് എന്ന് പറഞ്ഞാൽ സിവിയർ ഇച്ചിങ് ആണെന്ന് പറഞ്ഞു. ഭയങ്കര ചൂടാ ഡോക്ടറെ എന്ന് പറഞ്ഞു. അതിന് ബോറാക്സ് 3x കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു. ടാരന്റുല സിവിയർ ഇച്ചിങ് വിത്ത് ലൂക്കോറിയ എന്ന് പറയുമ്പോൾ ടാരന്റുലയ്ക്ക് നല്ല ആക്ഷൻ ഉണ്ട്. ടാരന്റുലയാണ് കൊടുത്തത്. അത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ജോസഫിനെയും കാണുന്നില്ല, എൽസിയും കാണുന്നില്ല. അപ്പൊ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞ്, ഒരു കേക്കുമായിട്ട് വന്നിട്ട്, ഡോക്ടറെ അവിടുത്തെ കൃപ കൊണ്ടും ഇവിടുത്തെ കൃപ കൊണ്ടും ആശുപത്രി വരെ ആയി എന്നാ എന്ന് പറഞ്ഞൊരു കേക്ക് തന്നിട്ട് അങ്ങ് പോവുക ചെയ്ത്. കാരണം ഇവിടുത്തെ കൃപ കൊണ്ട്, ദൈവത്തിന്റെ കൃപ കൊണ്ട് എൽസിയെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് വന്നതാണ്. അപ്പൊ അങ്ങനെ എനിക്കൊരു അനുഭവമുണ്ട്. ഇപ്പൊ 4 കുട്ടികളുണ്ടായി. ആ കുട്ടികളുടെ കൊച്ചുമക്കളെയും കൊണ്ട് എൻ്റെ അടുത്ത് വരും. അതൊരു കേസ്. അപ്പൊ ഈ എസ്പെർമിയ എന്ന് പറയുന്ന കേസിന് ഗ്രാഫൈറ്റിസ് ഒരു നല്ല മെഡിസിനാണ്. കോണ്ടാക്ട് ചെയ്യുമ്പോൾ എസ്പെർമിയ, ആബ്സെൻസ് ഓഫ് സെമൻ, അത് നല്ലൊരു മെഡിസിനാണ് ഗ്രാഫൈറ്റിസ്, ന്യൂഫർലൂട്ടിൻ. ഇനി ഒരു കേസ് പറയാം. ഒരു സിന്ധു, പുള്ളിക്കാരത്തി ഒരു ടൈലറാണ്. അപ്പോ ഹസ്ബൻഡ് ചുമട്ട് തൊഴിലാളിയും കൂടിയാണ്. അപ്പൊ ഈ കുട്ടി ഡിസ്മെനോറിയ, സിവിയർ ഡിസ്മെനോറിയ, അനോവലർ, അവരുടെ ടെസ്റ്റ് റിപ്പോർട്ടുമായിട്ട് വന്നത് അനോവലർ സൈക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പൊ അതും എനിക്ക് കുറെ മുമ്പുള്ള കേസാണ്. അത് ഈ കുട്ടി വന്നു കഴിഞ്ഞ് പറഞ്ഞ്, ഡോക്ടറെ രാത്രി ആവില്ലെന്നാ ഞാൻ പ്രാർത്ഥിക്കണത്, രാത്രി ആവില്ലെന്നാ ഞാൻ പ്രാർത്ഥിക്കണേ ഡോക്ടറെ, എനിക്കങ്ങ് പേടിയാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താ?
അത് എങ്ങനെ പറയാനായിട്ടാ? ഞാൻ പറഞ്ഞു പറയാതെ ഞാൻ എങ്ങനെ മരുന്ന് തരണേ? ഇപ്പൊ പീരീഡ് കറക്റ്റ് ആക്കാനുള്ള മരുന്ന് തരാം, പീരീഡിന്റെ വേദനയ്ക്കുള്ള മരുന്ന് തരാം, അല്ലാതെ മോള് എന്റെ അടുത്ത് ഡീറ്റെയിൽ പറയാതെ എങ്ങനെ? അത് ഡോക്ടറെ ഒരു കാര്യമുണ്ട്, എനിക്ക് രാത്രിയാകുമ്പോ എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് ഭയങ്കര പേടിയാണ്. നമുക്കൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ ഓരോ കാര്യത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അയാൾ അങ്ങനെയൊന്നും അല്ല പെരുമാറുന്നത്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞോളെ എന്നാ അയാളെയും കൂടെ വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ആ കുട്ടിക്ക് കൊടുത്തത് അവീന സറ്റൈവ ടിഞ്ചർ കൊടുത്തു. ആർണിക്ക 200 സ്റ്റാഫിസാഗിരിയ 200 ആണ് കൊടുത്തത്. സെപ്പിയ 10 ഒരു ഡോസ് എന്റെ അടുക്ക നിന്നിട്ട് തന്നെ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വന്നിട്ട് വന്നിരുന്നപ്പോ തന്നെ അയാളുടെ ഇരിപ്പും ഒന്നും എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നിയില്ല. അപ്പൊ ഞാനിപ്പോ പറഞ്ഞാലേ നീ എയും ബി ഒക്കെ പറഞ്ഞെന്ന് പറയുന്നത്, അതുകൊണ്ട് പറയുന്നില്ല. ഇതിൽ അതൊക്കെ ഉള്ളതാണ്. കാരണം ഇൻഫെർട്ടിലിറ്റി കേസിൽ അതൊക്കെ ഉള്ളതാണ്. വന്ധ്യതാ ചികിത്സയിൽ അതാണ് അതിലെ ക്ലൂസ് മുഴുവൻ നമുക്ക് തരുന്നത്. ഞാൻ ആ മനുഷ്യന് കൊടുത്ത മെഡിസിൻ ഹയോക്സിയാമസ് 10 ആണ് കൊടുത്തത്. ഹയോക്സിയാമസ് കൊടുത്തിട്ട് ലൈസിൻ 200. ലൈസിൻ പെർവേർട്ടഡ് സെക്സിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെഡിസിനാണ് പെർവേർട്ടഡ് സെക്സ്. അപ്പോ എന്തായാലും ആർണിക്ക സ്റ്റാഫിസാഗരിയ ആ പെൺകുട്ടിക്ക് കൊടുത്ത്, സെപ്പിയ 10 കൊടുത്ത്, ഈ മനുഷ്യന് ഹയോക്സിയാമസ് 10 ലൈസിൻ 200 ആണ് കൊടുത്തത്. അത് കൺസീവ് ആയി. വളരെ ഇപ്പോഴും 2 കുട്ടികളായി. ഓക്കെ. ഇനി ഒരു ടീച്ചറിന്റെ കേസ് പറയട്ടെ ഡോക്ടറെ? നമുക്ക് ഒരു 5 മിനിറ്റ് ടീച്ചർ അവർക്ക് തൃശ്ശൂരിലുള്ള വലിയ ഒരു റെപ്യൂട്ടഡ് ഫാമിലിയിലെ ഒരു ടീച്ചറാണ്. കല്യാണം കഴിഞ്ഞ് ഒരു 8-9 വർഷമൊക്കെ ആയി. അവര് ചെയ്യാവുന്ന മാക്സിമം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത്, റെപ്യൂട്ടഡ് ഫാമിലി എന്ന് പറഞ്ഞത് ഇതാ, കുറെ ഇൻഫെർട്ടിലിറ്റി സെന്ററിലൊക്കെ പോയിട്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ട് അനോവലർ സൈക്കിളാണ്, റെഗുലർ മെൻസസ് വിത്ത് അനോവലർ സൈക്കിൾ, അതാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. പീരീഡ്സ് 30 to 35 ഡേയ്സിൽ വരും അനോവലർ സൈക്കിൾ. അപ്പൊ നമ്മള് സേഠ് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അനുഭവം വെച്ചിട്ട് പീരീഡിന്റെ ഒരു 4th ഡേ തുടങ്ങിയിട്ട് ഓവം വലുതാവാനായിട്ട് യോഹിംബിനം ടിഞ്ചർ നല്ല 5 ദിവസത്തെ കൊടുക്കാവുള്ളൂ സേഠ് സാർ. ആ യോഹിംബിനം ടിഞ്ചർ 5 ദിവസം 3 ഡോസായിട്ട് കൊടുത്തു. പിന്നെ ഈ തൈറോയിഡിന് 30, പിറ്റ്യൂട്ടറി 30 ഡെയിലി ഡോസ് കൊടുത്തു. പിന്നെ എന്നും ഈ ടീച്ചറിന് എന്നും രാത്രിയാകുമ്പോ ഒരു ഭയങ്കര ചുമയാ, പിന്നെ ഭയങ്കര ചുമയാ, ഭയങ്കര മിക്കവാറും ത്രോട്ട് കംപ്ലൈന്റ് വരും, ത്രോട്ടിന് ശബ്ദം ഒച്ചയടപ്പ് വരും, ജോയിന്റ്സ് ഒക്കെ വേദന വരും എന്നൊക്കെ പറഞ്ഞപ്പോ അവർക്ക് പിന്നെ കൊടുത്തത് ആർജന്റൈൻ മെറ്റാലിക്കം 10 ഒരു ഡോസ് കൊടുത്തു. പിന്നെ ഓവലേഷൻ ഉണ്ടായോ ഇല്ലെന്നൊന്നും നോക്കിയില്ല, കൺസീവ് ആയി രണ്ടാമത്. അപ്പൊ ഹസ്ബൻഡിന് കൊടുത്തത്, ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്നപ്പോ ഭയങ്കര ബിസിനസ്സുകാരന്, ഹസ്ബൻഡിന് കൗണ്ട് 0.5 ആയിരുന്നു, ആക്റ്റീവ്ലി മൊട്ടൈൽ. അപ്പൊ എൻ്റെ അടുത്ത് ക്ലിനിക്കിൽ വന്നിട്ട് ക്ലിനിക്കിനകത്തേക്ക് കയറിയിരിക്കുകയും പിന്നെ പുറത്തേക്കാവും, ക്ലിനിക്കിനകത്തേക്ക് കയറും പുറത്തേക്കാവും. അത് അപ്പൊ വൈഫ് ഇരുന്ന് പറയാ, ഇത് ഇങ്ങനെ സ്വഭാവം ഇങ്ങനെ തന്നെ. ഒരു ഫോണിന്റെ മുകളിൽ ഫോൺ ഇങ്ങനെ വന്നിരിക്കും, എല്ലാം ബിസിനസ് തന്നെ ഈ പറയുന്നു. ഞാൻ എന്തായാലും എൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോ തന്നെ ഒരു ദിവസം സൾഫർ 50 കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്കിന്ന് ഇതൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർ ഇതുവരെയൊക്കെ ചെക്ക് ചെയ്തത് ഒരുപാട് ദേഷ്യം വരികയാണ്, ഇത്രയൊക്കെ ചെക്ക് ചെയ്ത് എനിക്ക് മതിയായി, ഇനിയിപ്പോ ഭാര്യയുടെ നിർബന്ധം കാരണം ഞാനിങ്ങ് വന്നതാ, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എനിക്ക് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ഇനി എന്നെ കൊണ്ട് ടെസ്റ്റ് ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല.
അപ്പൊ വീട്ടിൽ പോണം. പിന്നെ എന്തെന്നാ ബിസിനസ്. സൾഫർ 50 കൊടുത്തിട്ട് ഞാൻ ബ്രൈ 10 50 CM കൂടെ കൊടുത്തയച്ചു. ഓരോ 1 വീക്ക് ഗ്യാപ്പിൽ അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തയച്ചു. അവര് കോട്ടയത്ത് അവര് താമസിക്കുന്നത്. ഈ പെൺകുട്ടരുടെ വീട് തൃശ്ശൂര്. അപ്പൊ മെഡിസിൻ വാങ്ങിക്കാൻ വരുന്നത് തൃശ്ശൂർ ആ കുട്ടറ അമ്മയാണ് മെഡിസിൻ വാങ്ങിക്കാൻ വരുന്നത്. അപ്പൊ അത്രയും കൂടെ ഇവരുടെ അമ്മയുടെ നിർബന്ധം കൊണ്ട് എൻ്റെ അടുക്ക വന്നത്. അവരെല്ലാം അലോപ്പതി ഡോക്ടർ ഫാമിലിയാ ഇതെല്ലാം ഇത് ചെയ്ത. എന്തായാലും 5ാമത്തെ മാസം പ്രഗ്നൻസി പോസിറ്റീവായി. എനിക്ക് തോന്നുന്ന ബ്രയോണിയാണ്. ആ വീട്ടിൽ പോണം. ഇത് പിന്നെ ടിഞ്ചേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ ഗംഭീരമായ അനുഭവങ്ങളാണ് ഇതെല്ലാം. ഇതിലെ ഒരു കേസ് തന്നെ സാധാരണഗതിയിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഡോക്ടറാണ് ഇവിടെ വരുന്നതെങ്കിൽ ഒരൊറ്റ ദിവസം ഒരു കേസ് പ്രസന്റ് ചെയ്ത് നമ്മുടെ 500 രൂപ നമുക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു സംഭവം കിട്ടിയതായിട്ട് തോന്നും. ഇവിടെ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് 500 രൂപ വെച്ച് എത്ര കേസുകളാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ ഈ വെബിനാർ സെഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നും ഇത് തുടരണമെന്നും നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാകുന്ന ഒരവസ്ഥയാണ്. കാരണം ഒരു മാസത്തേക്ക് നമുക്കൊരു 30,000 രൂപയുടെ ചെലവുണ്ട്. ഞങ്ങൾ കുറച്ച് ഡോക്ടർമാരും സുഹൃത്തുക്കളും മാത്രമാണ് ഇപ്പോഴിതിൽ കാര്യമായി എന്തെങ്കിലും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന രീതിയിൽ ചെയ്യാവുന്നത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശാന്താചന്ദ്രൻ ഡോക്ടറെ പോലുള്ള പ്രഗത്ഭരെ, അതായത് ഇന്ന് നമ്മളെ റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ്. ഒരു കേസും കൂടെ പറയട്ടെ. പറയാം. 260 വരെ എത്തിയിരിക്കുന്നു. അപ്പം ഡോക്ടറെ ഒരു കേസും കൂടെ പറയട്ടെ. നമുക്ക് ഒരു 3-ാം കേസായിരുന്നു. ആകാം. ഒരു സെക്കൻഡ്. ഒരു US-ലുള്ള ഒരു പേഷ്യന്റ് ആണ്. അത് നെക്രോസ്പെർമിയ ഒരു കേസാണ്. അപ്പൊ അവരത് IVF ചെയ്യാൻ നോക്കിയിട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം US-ലായതുകൊണ്ട് അവർ കുറച്ചും കൂടെ ജെന്യൂൻ ആണ്. ഇത് സ്പേമിന്റെ അളവ് കുറവായതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ ആൺകുട്ടി ബാംഗ്ലൂരിലുള്ളതാ. അവിടെ വന്നിട്ട് കംപ്ലീറ്റ് ഹോർമോൺ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ കോള് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിന് ഉണ്ടായിരുന്ന ഹൈ പ്രൊലാക്റ്റിൻ ആയിരുന്നു ആ മോനുള്ളത്. ഹൈ പ്രൊലാക്റ്റിൻ. അവര് പിറ്റ്യൂട്ടറി CT സ്കാൻ ചെയ്യണം, പിറ്റ്യൂട്ടറി ട്യൂമർ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അത് ബാംഗ്ലൂര് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. പിന്നെ അവന് ധൃതി വെച്ച് US പോകേണ്ടതുകൊണ്ട് അവിടെ പോയി ചെയ്യാൻ പറഞ്ഞു. ഇതിന് പ്രിമേച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയാനില്ല, കോണ്ടാക്റ്റേ ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. അതിന് IT ഫീൽഡാണ്, കോണ്ടാക്റ്റേ ഇല്ല. അപ്പൊ പിന്നെ IVF-ന് പോയിട്ട് അവര് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ ഒരു 6 മാസം ഞാൻ തരണ മരുന്നൊന്ന് കഴിക്കാതെ എനിക്ക് നീ IVF-ന് പോകാവുള്ളൂ. ഞാൻ അതിന് കൊടുത്തത് ഈ പ്രൊലാക്റ്റിൻ കുറേ കൊടുത്തത് പിറ്റ്യൂട്ടറി 3X, ടൈറ്റാനിയം 3X കൊടുത്തത്. ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ടൈറ്റാനിയം 3X. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കേസ് എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് കേസ് എടുക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ എൻ്റെ ഒരു കുറുക്ക് വഴിയുള്ളത് ഒരു ട്യൂബർകുലിൻ 10 കൊടുത്ത് 15 ദിവസം കഴിയുമ്പോൾ ഒരു തൂജ 10. അത് കഴിഞ്ഞ് പിന്നെ 15 ദിവസം കഴിയുമ്പോൾ ഒരു നാട്രസൾഫ് 10. അത് കഴിഞ്ഞ് മെഡോർണൻ 10, സിഫിലിൻ 10, സൈലീഷ്യ 10. ഇത് 15 ഡേയ്സ് ഇന്റർവെല്ലോ അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്തോ കൊടുക്കും. വേറെ നിവൃത്തിയില്ല, കേസ് എടുക്കാനൊന്നും നിവൃത്തിയില്ല. അവൻ മിണ്ടത്തില്ല, നോക്കി ചിരിച്ചോണ്ടിരിക്കും ആ കൊച്ചൻ. അപ്പൊ പിന്നെ കൊടുത്ത പിറ്റ്യൂട്ടറി 200, ബോറാക്സ് 200 ഞാൻ US-ലേക്ക് അയച്ചു കൊടുക്കുക ചെയ്ത് ഈ മരുന്നുണ്ട്. പിറ്റ്യൂട്ടറി 200, ബോറാക്സ് 200, യൂപ്പറ്റോറിയം പർപ്പ് DNA, ഇത് ഇത്രയും ടാബ്ലറ്റ്. പിന്നെ ടിനോസ്ഫോറ ടിഞ്ചർ, ജിൻസെങ് ടിഞ്ചർ, ന്യൂഫോർലൂട്ടിയൻ ടിഞ്ചർ. ജിൻസെങ് ടിഞ്ചർ അത് സ്റ്റെം സെല്ലിൽ ആക്ട് ചെയ്യുമെന്നാ പറഞ്ഞു പത്മനാഭൻ ഡോക്ടർ പറഞ്ഞിരിക്കും. ജിൻസെങ് ടിഞ്ചർ, ടിനോസ്ഫോറയും അതുപോലെ തന്നെ അമൃത് ആണല്ലോ അത്. അപ്പൊ ഇത്രയും ടിഞ്ചേഴ്സാ കൊടുത്തയച്ചത്. ഇപ്പൊ വിജയപ്രദമായിട്ട് അതൊരു IVF ചെയ്തു. ആ കുഞ്ഞിനെ പ്രസവിച്ചു. 28 പ്രസവിച്ച്
ഡെലിവറിക്ക് മുമ്പ് വിസ ചേഞ്ചിന് വേണ്ടിയിട്ട് ആ മോള് ഇവിടെ വന്നിരുന്നു. എന്റെ കാലൊക്കെ തൊട്ട് തൊഴുത് എനിക്കൊരു സാരിയൊക്കെ മേടിച്ചൊക്കെ തന്ന് അവിടുന്ന് പോയി. അതിന്റെ അമ്മയാണെങ്കിൽ ആറന്മുള സദ്യ വരെ കഴിഞ്ഞ പ്രാവശ്യത്തെ സദ്യ നടത്തിയതാ ഇവർക്കൊരു കുട്ടികൾ ഉണ്ടാവാനായിട്ട്. ഞാൻ പറയും, മോളെ അവര് കോണ്ടാക്ട് ചെയ്യാതെ എങ്ങനെ കുട്ടി ഉണ്ടാവും? ഇല്ലല്ലോ. അപ്പൊ ദൈവം അനുഗ്രഹിച്ച് ഒരു കുഞ്ഞുണ്ടായി, ഒരു പെൺകുട്ടി. അപ്പൊ 28 ഒക്കെ കഴിഞ്ഞ് സന്തോഷം. അതൊരു കേസ്. പിറ്റ്യൂട്ടറി പ്രൊലാക്റ്റിൻ കൂടുന്ന കേസിൽ ഈ പിറ്റ്യൂട്ടറിക്ക് നല്ല ആക്ഷൻ ഉണ്ട്, ബോറാക്സിന്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇനി കഥ തുടരാം അടുത്ത ദിവസം. അതായത് നമുക്ക് ഇതിന്റെയൊക്കെ 3ാം ഭാഗം അടുത്ത മാസം നമ്മൾ വെക്കുന്നുണ്ട്. കാരണം ഇത് വെറും അനുഭവങ്ങൾ മാത്രമല്ല, ഇത് ശരിക്കും അറിവുകളിലൂടെ പങ്കുവെക്കുകയാണ്. അനുഭവങ്ങൾ വെറുതെ കഥകൾ പറയുകയല്ല, ശരിക്കും ഓരോ കേസിലും എന്തുകൊണ്ട് ആ മരുന്ന് ഞാൻ കൊടുത്തു എന്നുള്ള കാര്യകാരണ സഹിതമാണ് ഡോക്ടർ ഇവിടെ പറയുന്നത്. അതായത് ഡോക്ടറെ, എന്റെ ഒരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം കൂടെ ഞാൻ പറയാം. എനിക്ക് ഒരു മിനിറ്റ് തരണം. പറയാലോ. ഞാൻ എന്റെ മക്കള് രണ്ടുപേരും ഫാദർ മുള്ളേഴ്സിലാണ് പഠിച്ചത്. അപ്പൊ ഒരു ഓണത്തിന് ഞാൻ മക്കളെ കാണാൻ വേണ്ടി പോയി. ഓണസദ്യയൊക്കെ ഞങ്ങൾ മക്കളുമായിട്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മലബാർ എക്സ്പ്രസ്സിൽ വരുന്നു. പിന്നെ പടിയാർ കോളേജില് LRCH റോയൽ കോളേജ് ഓഫ് ഹോമിയോപ്പതിയിൽ പഠിച്ചവർക്കൊന്നും ഒരു ഗൈനക് ഒരു പ്രാക്ടീസ് കണ്ടിട്ടില്ല. ഞാൻ പ്രസവിച്ചേ എനിക്ക് പരിചയമുള്ളൂ. ഞാൻ പ്രസവം എടുത്തോ പ്രസവം കണ്ടോ എനിക്ക് പരിചയമില്ല. അപ്പൊ ഈ ട്രെയിനിൽ ഞങ്ങൾ കയറി ഇരുന്നപ്പോ തന്നെ, ഞാനും ഹസ്ബൻഡും കയറി ഇരുന്നപ്പോ തന്നെ ഒരു പെൺകുട്ടി വയറുമായിട്ട് കയറി വരണുണ്ടപ്പോ തന്നെ ഞാൻ, ദൈവമേ ഈ കൊച്ചിന്റെ വയറ് കണ്ടിട്ടൊരു ബുദ്ധിമുട്ടാണല്ലോ, കണ്ടിട്ടൊരു വിഷമം എന്ന് പറഞ്ഞ് അത് പോയി ഇരുന്ന TTR വന്നപ്പോഴത്തേക്കും എന്റെ കഷ്ടകാലത്ത് ഞാൻ ഡോക്ടറെന്ന് വെച്ചിരുന്നു ടിക്കറ്റ് എടുക്കാനായിട്ട്. ഡോക്ടർമാർക്ക് പ്രിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞ് വെച്ചിരുന്നു. ഈ TTR വന്നപ്പോ കണ്ടപ്പോൾ, ഡോക്ടറെ എനിക്ക് ഡോക്ടറെ അറിയാലോ, ഡോക്ടർ തേവരയിലുള്ളതല്ലേ, ഞാൻ ഡോക്ടർക്ക് ഒന്നും മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ കിടന്ന് ഉറങ്ങി, ഞാനും ഹസ്ബൻഡും. ഒരു പാതിര ആയപ്പോഴത്തേക്കും ആ TTR എന്നെ വിളിച്ചിട്ട് പറയും, ഡോക്ടറെ ആ ഗർഭിണി കൊച്ചിന് സുഖമില്ല, ഒന്നും പറഞ്ഞു. അപ്പൊ എന്റെ സർവ്വശ്വാസവും പോയി. കാരണം ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു ഞാൻ എന്ത്. അപ്പൊ ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ എന്റെ കയ്യില് ഒരു ആർണിക്ക അക്കണൈറ്റ് 1, ആർണിക്ക 30, പൾസാറ്റില 30, ഇത്രയും മെഡിസിൻ എന്റെ ബാഗിൽ ഇട്ടിട്ടുണ്ടോ. ഞാൻ എന്റെ ഹാൻഡ് ബാഗുമായിട്ടാണ് ആ കുട്ടിയുടെ അടുത്തോട്ട് പോയത്. അവിടെ ചെന്നപ്പോ ആ കമ്പാർട്ട്മെന്റിൽ എന്ന് വെച്ചാൽ മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ എടുത്തേ ഉള്ളു. ഞാനും ആ കുട്ടിയുടെ അമ്മയുമാണ് അതിലുണ്ടായിരുന്നു. ആ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു 2 ലേഡീസ്, ബാക്കിയെല്ലാം പുരുഷന്മാരായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് എന്താന്നുള്ളത് ഞാൻ ആകെ വിറച്ച് നിന്നപ്പോ ഞാൻ പറഞ്ഞു, ഇച്ചിരി ഗ്ലൂക്കോസ് കലക്കി കൊടുക്കാം കൊച്ചിന്. എന്തായാലും ഒരു ഡോസ് അക്കണൈറ്റ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ അക്കണൈറ്റ് ഞാൻ ആ കുട്ടിക്ക് കൊടുത്തിട്ട് ഈ 3 ബോട്ടിലും ടാബ്ലറ്റ് ഉണ്ടായിരുന്ന ഈ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടൊന്ന് വയറൊന്നും ഇങ്ങനെ നോക്കിയപ്പോ കൺട്രാക്ഷൻ വരും. പഠിച്ച ഓർമ്മ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് ഗുരുവായൂരപ്പനെ വിളിച്ച് നോക്കിയപ്പോ കൺട്രാക്ഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും പറഞ്ഞ ഡോക്ടറെ കണ്ണൂര് ഹോസ്പിറ്റലിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ വരെ എത്തിയാൽ മതി, സ്ട്രെച്ചർ വരും, കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ കണ്ണൂർ വരെ എത്തിച്ചാൽ മതിയല്ലോ. അപ്പൊ ഞാനും പ്രാർത്ഥിച്ച. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അമ്മച്ചിയോട് പറഞ്ഞു, അമ്മ കുറച്ച് ഗ്ലൂക്കോസ് കലക്കി കുഞ്ഞിന് വായിൽ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്റെ ഡോക്ടറെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്നാ പോയിക്കോ, കണ്ണൂർ വരെ എത്തിക്കഴിഞ്ഞ ഹോസ്പിറ്റലിലോട്ട് ആക്കുമല്ലോ, ഇപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്റെ അമ്മയോട് ചോദിച്ചാൽ പറഞ്ഞു, അടുത്ത മാസമാണ് ഡേറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പോകാൻ ഇങ്ങനെ നോക്കി ഇറങ്ങിയപ്പോഴത്തേക്കും എന്റെ കാലിൽ 2 കാലിലും ആ കുട്ടി അങ്ങ് ഇറങ്ങലം പിടിച്ചിട്ട്, അമ്മ പോവല്ലേ അമ്മ പോവല്ലേ എന്ന് പറഞ്ഞു ഒരു കരച്ചിൽ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്റെ മക്കള്, എനിക്ക് 2 പെൺകുട്ടികൾ, എന്റെ മക്കളെ ഞാൻ എന്റെ കണ്ണിൽ കണ്ടു. ഞാൻ ആ ഇരുട്ടത്ത് ഡിം ലൈറ്റിൽ ഞാനും അങ്ങ് കരഞ്ഞു പോയി. എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു വന്നപ്പോഴത്തേക്കും, ദൈവമേ അതിന് ഡെലിവറി പെയിൻ വന്ന് കണ്ണൂർ എത്തിയില്ല ഡോക്ടർ, അതിന് മുമ്പേ ഡെലിവറി. അപ്പൊ ഞാൻ ഡെലിവറി എടുത്തിട്ടില്ല. അപ്പൊ അവിടെ ഇരുന്ന ആൾക്കാരെല്ലാം കൂടെ അമ്മയുടെ കയ്യിൽ നിന്ന് സാരി എല്ലാം കൂടെ വാങ്ങിച്ച് അതൊരു ലേബർ റൂം ആയി. ഈ കുഞ്ഞിനെ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, ആരുടെ കയ്യിലെങ്കിലും ഒരു കത്രിക ഉണ്ടോ തരാന്ന് ചോദിച്ചപ്പോ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരല്ല. ഒരാളൊരു കത്രിക കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ എടുത്തിട്ട് പൊക്കൾ കൂടി മുറിക്കാൻ പോകുമ്പോഴത്തേക്ക് പുറത്ത്, ദൈവം ഇത് എന്തിനൊക്കെ ഉപയോഗിച്ചാന്ന് അറിയില്ലല്ലോ, ആരെങ്കിലും കയ്യിലൊരു പുതിയ ബ്ലേഡ് ഉണ്ടെങ്കിൽ തരാൻ പറ്റും, അത് സ്റ്റെറിലൈസ്ഡ് ആണല്ലോ. അപ്പൊ ആ ബ്ലേഡ് കൊണ്ടുവന്ന ഒരാള്
ആ ബ്ലേഡ് കൊണ്ട് വേഗം ഒരു തോർത്തെടുത്ത്, ആ അമ്മച്ചിയുടെ കയ്യിൽ കുറെ തോർത്തും തുണിയൊക്കെ ഉണ്ട്, തോർത്ത് കൊണ്ട് 2-3 കഷ്ണം തുണി കീറി പൊക്കിൾ പൊടിയുടെ അപ്പുറം ഇപ്പുറം കെട്ടി ആ ബ്ലേഡ് കൊണ്ട് ഇത് മുറിച്ച്. അന്നേരത്തേക്ക് അതിലുണ്ടായിരുന്ന TTR ഡോക്ടർ ആ കുഞ്ഞിനെ ഇങ്ങ് തന്നാട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ഒരു 2-3 തോർത്തിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് അങ്ങ് കൊടുത്തു. അപ്പോഴേ എന്റെ തല ചിന്തിക്കണം, ഈ പ്ലാസന്റെ വരണമല്ലോ ഇനി. ഒരു പിക്ചർ നമ്മൾ പഠിച്ചത് പിക്ചറൈസ് ചെയ്ത പോലെ എന്റെ തലയിൽ ഇങ്ങനെ വന്നു. ആദ്യമായിട്ട് അങ്ങനെ ഒരു ഡെലിവറി എടുത്ത് ട്രെയിനിൽ വെച്ച്. അത് കഴിഞ്ഞ് പ്ലാസന്റെ വരണമല്ലോ എന്ന് വെച്ച് പിന്നെ കുറച്ചു നേരം നിന്ന് പ്ലാസന്റെ വന്നു കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് ഓർക്കണം, ഈ പ്ലാസന്റയുടെ എന്തെങ്കിലും അവിടെ റിമൈനിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എനിക്കൊട്ട് അറിയാനും വയ്യ, നോക്കാൻ ഇരുട്ടത്തൊട്ട് കാണുന്നില്ല. ഞാൻ കരഞ്ഞിട്ട് എനിക്ക് അതും കാണുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ പെട്ടെന്ന് ആരെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്ന് ആ പ്ലാസന്റെ വാരി ആ പ്ലാസ്റ്റിക് കൂടിനകത്ത് ആക്കിയിട്ട് ആ അമ്മച്ചിയോട് പറഞ്ഞു, ഇത് ചെല്ലുമ്പോ തന്നെ ഡോക്ടറെ കാണിക്കണം, ഇതിലെല്ലാം ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മ ഡെലിവറി കഴിഞ്ഞല്ലോ, എന്നാൽ അതിനൊരു ഡോസ് 6 മണിക്ക് കൊടുക്കാമല്ലോ എന്ന് ചോദിച്ചു. അമ്മച്ചി ആ മരുന്ന് ഇങ്ങതാന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ അടുക്ക പറയാം, ആ മരുന്ന് 3 കുപ്പിയും കൂടെ ഗ്ലൂക്കോസ് വെള്ളത്തിനകത്ത് ഇട്ട് ഞാൻ കൊടുത്തത്. ആ ഗ്ലൂക്കോസ് വെള്ളത്തിലിട്ട് ആ വെള്ളമാണ് ഞാൻ കൊടുത്തത്. അത് എൻ്റെ കയ്യിലോട്ട് മരുന്ന് തന്നപ്പോ ഞാൻ വിചാരിച്ചത് കൊടുക്കാനാണ്. ഇതിലേത് മരുന്ന് ആക്ട് ചെയ്തെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒരു മാസം, അടുത്ത മാസമാണ് ഡ്യൂട്ടി.